ജ്യോതിഷം സത്യമാണോ അതോ ഉഡായിപ്പാണോ? ഈ ചോദ്യം ഇന്ന് എല്ലാ തലമുറകളിലുള്ളിലുമുള്ളതാണ്. ജോത്സ്യന്റെ അടുത്ത് എത്തുന്ന ഏതൊരാൾക്കും പ്രധാനമായും അറിയേണ്ടത് തന്റെ ഭാവി എങ്ങനെയെന്നാണ്, കൂടാതെ സമയം നല്ലതാണോ എന്ന്. ജോത്സ്യൻ പ്രശ്നവിധിയിൽ പറഞ്ഞു കൊടുക്കുന്നത് ചിലർക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കും, ചിലർക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകും. അത്തരം സാഹചര്യങ്ങളിലാണ് സംശയങ്ങൾ ഉടലെടുക്കുന്നത്. പിന്നെ ജ്യോതിഷവും അതിന്റെ സത്യവും പിന്നിലുള്ള കാര്യങ്ങളും ചർച്ചയാകും. പക്ഷേ ജ്യോതിഷം ശാസ്ത്രമാണോ അല്ലയോ എന്ന ചർച്ച നിരന്തരം പല ഭാഗങ്ങളിലായി നടക്കുമ്പോഴും ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവരുടെ തിരക്ക് അനുദിനം വർദ്ധിച്ചു വരുന്ന കാലഘട്ടങ്ങളിലൂടെയാണ് ഇന്ന് നാം പോകുന്നതെന്ന് ഓർക്കണം. അതായത് ലളിതമായി പറഞ്ഞാൽ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചുള്ള അഗാധമായ പഠനമാണ് ജ്യോതിഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളുടെ ഭാവി അറിയാനുള്ള ഉപാധി കൂടി എന്നാണ് പറയുന്നത്. കൂടാതെ ജ്യോതിഷികളെക്കുറിച്ചുള്ള പഠനമെന്നും ജ്യോതിഷത്തെ നമുക്ക് പറയാം. ഇത്തരം ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വളരെ കരുതലുണ്ടാകണമെന്നാണ് പറയുന്നത്. 12 രാശികൾ ജ്യോതിഷത്തിലുള്ളത്, അതായത് 12 ഭാവങ്ങളെയും 12 രാശികൾ എന്ന് പറയുന്നു. ഇന്ന് നാം കാണുന്ന പല വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്നത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേയധികം കേസുകൾ തന്നെയാണ്. പലരും ജ്യോതിഷത്തിന്റെ മറവിൽ വൻ തട്ടിപ്പ് തന്നെ നടത്താറുണ്ട്. അതിന്ന് പലപ്പോഴായി തെളിഞ്ഞിട്ടുമുണ്ട്. അതായത് സ്വയം ആർക്കും എന്തും വിശ്വസിക്കാം, പക്ഷേ ആ വിശ്വാസം സമൂഹത്തിന് ദോഷമാകുമ്പോഴാണ് പ്രശ്നം. അവിടെയാണ് മന്ത്രവാദങ്ങളും പ്രാർത്ഥനകളും അമിത വിശ്വാസവും പതുക്കെ അതിൽ നിന്നും അന്ധവിശ്വാസവും ഉണ്ടാകുന്നത്. ഒരു വിശ്വാസം ശരിയല്ലെന്ന് തെളിയുമെങ്കിലും ചിലർക്ക് ആ വിശ്വാസത്തെ ഉപേക്ഷിക്കാൻ കഴിയാറില്ല. ഇത് അന്ധവിശ്വാസത്തിന്റെ പാതയാണ്. അതായത് ജ്യോതിഷം തട്ടിപ്പാണെന്ന് പറയുന്നത് ജ്യോതിഷിയുടെ പ്രവചനങ്ങൾ തെറ്റുന്നത് കൊണ്ടല്ല. പ്രവചനങ്ങൾ ശരിയായാലും ജ്യോതിഷം തട്ടിപ്പ് തന്നെ. മലിനജലം കുടിച്ചാൽ ഛർദിക്കാതിരിക്കാം, രണ്ടായാലും അത് മലിനമാണ്. പ്രവചനം തെറ്റിയതിനാൽ ജ്യോതിഷി തട്ടിപ്പുകാരൻ എന്ന സമവാക്യം അന്ധവിശ്വാസ സംരക്ഷണത്തിന് സഹായകരമായ ഒന്നാണ്. അന്ധവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജ്യോതിഷമെന്ന ഇന്നത്തെ തലമുറ ചിലർ പറയുന്നുണ്ട്. 3000ഓളം വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർ എഴുതിവെച്ച കാര്യങ്ങൾ ഒരു മടിയുമില്ലാതെ അക്ഷരം പ്രതി വിശ്വസിച്ചു പോരുന്നതിനെ അന്ധവിശ്വാസം എന്നല്ലാതെ എന്താണ് പറയേണ്ടതെന്നാണ് ഇന്ന് ചോദിക്കുന്നത്. ജ്യോതിഷം സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് പകുതിയിലധികം ആളുകളും. സത്യമല്ലെന്ന് തെളിയിക്കപ്പെട്ടാലും വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവർ. അതാണ് അവരുടെ വിശ്വാസവും അവിശ്വാസികളുടെ അന്ധവിശ്വാസവും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.